പ്രതിഷേധങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗം പേരിന് മാത്രം ചേർന്ന് മേയർ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് LDF. കാപ്പ കേസ് പ്രതിയായ BJP കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്ന് സ്പെഷ്യൽ കൗൺസിൽ വിളിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. കാരണവും കൂടാതെയാണ് ഈ പറയുന്ന ആളുകൾക്ക് നേരെ അക്രമ പ്രവർത്തനം നടത്തിയത്. ഞങ്ങളിവിടെ നിൽക്കുമ്പോഴാണ് ഒരു കാര്യവും കൂടാതെ 25-ാം തീയതി ഞങ്ങൾക്ക് നേരെ ഇത് അക്രമ പ്രവർത്തനം നടത്തിയെങ്കിൽ ഇന്ന് 29-ാം തീയതി അവർ UDF-ന് നേരെ നടത്തി. ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ RSS വൽക്കരിക്കുകയാണ്. ഇവർ ഈ നാട്ടിനകത്ത് RSS ശാഖയായിട്ട് ഈ നഗരസഭ മാറ്റുകയാണ് ചെയ്യുന്നത്. 700 അജണ്ടയാണുള്ളത്. ഞാൻ പറയുന്നത് 1 മിനിറ്റ് വെച്ച് ചർച്ച ചെയ്താൽ 12 മണിക്കൂർ എടുക്കും. അത് ഒരു ജനാധിപത്യപരമായിട്ടൊരു ചർച്ചയാണോ? 2 മണിക്കൂറേ ഉള്ളൂ കൗൺസില്. അപ്പോൾ ഒന്നും ചർച്ച ചെയ്യാതെ ഇത് പാസ്സാക്കി കൊണ്ടുപോകണം. ഇന്ന് തുടങ്ങിയതല്ല, കഴിഞ്ഞ 6 മാസമായിട്ട് നടക്കുന്ന എല്ലാ കൗൺസിൽ യോഗത്തിനകത്തും ഇത് നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ഇന്ന് തത്സമയം നാം കണ്ടതാണ് കോർപ്പറേഷനിലെ ഭരണപക്ഷമായ BJP നടത്തിയ അതിക്രമങ്ങൾ. 2, LDF നേരത്തെ തന്നെ റിലേ സത്യാഗ്രഹത്തിലൂടെ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ ഇന്നും പ്രതിഷേധമായി അവിടെ ഉയർത്തി. പ്രത്യേക കൗൺസിൽ യോഗം വിളിക്കണം, ഈ ക്രിമിനൽ കൗൺസിലർ സുഗതനെ പുറത്താക്കണം, അയാളെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും മേയർ പിന്മാറണം. പിന്നീട് അതിനുശേഷം മേയർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വസ്തുതാവിരുദ്ധമായ പല കാര്യങ്ങളും പറഞ്ഞു. ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ SP ദീപകിനെ ടെലഫോണിൽ ബന്ധപ്പെട്ടു. കൈരളി ന്യൂസിനോട് അദ്ദേഹം പറഞ്ഞു, SP ദീപക് പറഞ്ഞു, മേയർ പറയുന്നത് തെറ്റായ കാര്യമാണ്, 49 കൗൺസിലർമാർ ഒപ്പിട്ട കത്ത് കൈമാറിയിട്ടുണ്ട്, ഞങ്ങളത് കോടതിയിൽ കാണിച്ചു കൊടുക്കാം, കോടതിയിൽ നിയമപരമായി നീങ്ങി കോർപ്പറേഷന് തെറ്റായ നടപടിയെ ചോദ്യം ചെയ്യും. ഇതടക്കമുള്ള കാര്യങ്ങൾ മൊത്തം ഇന്ന് എന്തൊക്കെയാണ് നടന്നത്? അജിംഷാദ്, സാധാരണഗതിയിൽ വലിയ പ്രതിഷേധങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗത്തിനകത്ത് ഉയർന്നു വരാനുണ്ട്. സമാനമായ നിലയിൽ തന്നെയാണ് ഇന്ന് ഈ സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും ഉയർന്നു വന്നത്. LDF വളരെ നാളായി, കഴിഞ്ഞ 23-ാം തീയതി മുതൽ ഒരു റിലേ സത്യാഗ്രഹ സമരം നഗരസഭയ്ക്ക് പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും സമാനമായ നിലയിലുള്ള വലിയ പ്രതിഷേധം LDF ഉയർത്തിയത്. പക്ഷേ ആ പ്രതിഷേധത്തിനിടെ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രതിഷേധം ഒരു മറയാക്കിക്കൊണ്ട് നഗരസഭ അല്ലെങ്കിൽ ഈ കൗൺസിൽ യോഗത്തിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് കേവലം 5 മിനിറ്റ് മാത്രമാണ് കൗൺസിൽ യോഗം ചേർന്നത്. വളരെ പെട്ടെന്ന് തന്നെ അജണ്ടകളെല്ലാം പറഞ്ഞുകൊണ്ട് ഈ കൗൺസിൽ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മേയർ സീറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് നഗരസഭ ഈ കൗൺസിൽ ഹാളിനകത്ത് വലിയ പ്രതിഷേധം, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ ഹാജർ ബുക്കിൽ, അതായത് കൗൺസിൽ യോഗത്തിൻ്റെ ഹാജർ ബുക്കിൽ ഇടത് അതുപോലെ തന്നെ UDF അംഗങ്ങൾക്ക് ഒപ്പിടാനുള്ള അവസരം നൽകിയില്ല. ഒപ്പിടാതിരിക്കാനുള്ള ശ്രമം BJP കൗൺസിലർമാർ നടത്തി. അതിനുശേഷം ഒപ്പിടാൻ ശ്രമിക്കുന്നതിനിടെ ഈ ഹാജർ ബുക്ക് ഉൾപ്പെടെ പിടിച്ചു വലിച്ച് കീറി കൊണ്ടുപോകുന്ന നിലയിലേക്ക് ചെമ്പഴന്തി ഉദയൻ, BJPയുടെ കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുള്ള ശ്രമം നടത്തുകയും അവർ ആ ഹാജർ ബുക്ക് കീറിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ KS ശബരിനാഥനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ശബരിനാഥൻ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചെമ്പഴന്തി ഉദയനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പരാതി സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ അദ്ദേഹം പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും LDF ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ്. നിലവിൽ തുടരുന്ന ഈ റിലേ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള നടപടികളുമായി LDF മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് കാര്യങ്ങൾ ഇന്നത്തെ ഈ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നടന്ന ഈ പ്രത്യേക ഒരു സാഹചര്യം പരിഗണിച്ച് എന്തൊക്കെ തുടർ നടപടികൾ കൈക്കൊള്ളണം എന്നത് സംബന്ധിച്ച് LDF ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് SP ദീപക് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് യോഗങ്ങളിലേക്ക് LDF കടക്കുന്നു. അതോടൊപ്പം തന്നെ സമാനമായ നിലയിൽ UDFും ഇത് സംബന്ധിച്ച് യോഗം ചേർന്നിട്ടുണ്ട്. തുടർ പ്രക്ഷോഭ പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ നിയമപരമായി എന്തൊക്കെ നീക്കം നടത്താൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ UDFും അവരുടേതായ നിലയിൽ ആലോചന നടത്തുന്നുണ്ട്. ഏതായാലും വലിയ സംഘർഷത്തിലേക്ക് ഇന്നത്തെ യോഗം പോയി. സ്വാഭാവികമായും ഈ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതനെ, അതായത് BJPയുടെ കൗൺസിലറാണ്, സുഗതനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന നിലപാടാണ് BJPയും മേയറും പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്നത്തെ കഴിഞ്ഞ 2 കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല. സ്വാഭാവികമായും മൂന്നാമതൊരു കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുത്തിട്ടില്ല എങ്കിൽ സുഗതൻ്റെ അംഗത്വം റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അംഗത്വം
യോഗം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ക്വാറം തികഞ്ഞില്ല, അതായത് ഇടത് UDF അംഗങ്ങൾക്ക് ഒപ്പിടാൻ അവസരം നൽകാതെ ക്വാറം തികഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ കൗൺസിൽ യോഗം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണോ മേയർ നടത്തിയിട്ടുള്ളത്, BJP നടത്തിയിട്ടുള്ളത് എന്ന സംശയമാണ് ന്യായമായും ഉയർന്നു വരുന്നത്. ഏതായാലും വലിയ സംഘർഷത്തിന് ശേഷം ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. LDF-ൻ്റെയും UDF-ൻ്റെയും ഒക്കെ അംഗങ്ങൾ ഇവിടെ നിന്നും ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ സമാനമായ ആവശ്യം ഉന്നയിച്ച്, അതായത് കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R. സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണം, അംഗത്വം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF തുടരുന്ന ഈ റിലേ സത്യാഗ്രഹ സമരം നഗരസഭയ്ക്ക് പുറത്ത് തുടരുകയും ചെയ്യുകയാണ്. അജുംഷാദ്. ശരി, LDF നിയമപരമായും രാഷ്ട്രീയമായും ഈ BJP-യുടെ മേയറുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമിതിയുടെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ പോരാടുമെന്ന് SP ദീപക് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആ രീതിയിലേക്ക് LDF-ൻ്റെ റിലേ സത്യാഗ്രഹം തുടരുന്നു. ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൻ്റെ പേരിന് മാത്രം കൂടിയ കൗൺസിൽ യോഗത്തിൻ്റെയും അവിടെ നടത്തിയ BJP-യുടെ അതിക്രമങ്ങളുടെയും ഒക്കെ സമഗ്രമായ വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.